ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഒരു സാറ്റർഡേ ആണ് കേട്ടോ. പതിവില്ലാതെ രാവിലെ തന്നെ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ചെറിയ പനിയൊക്കെ ആയത് കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. ഇതാ ഈ ഒരു ഐ ഹോപ്പ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുണ്ടായത് കേട്ടോ. ഇവിടെ മിക്ക റെസ്റ്റോറൻറ്റിലും മെനുവും കട്ട്ലറീസും കൊണ്ടുതരുന്ന കൂട്ടത്തിൽ കിഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സാധനങ്ങളൊക്കെ നമുക്ക് തരാറുണ്ട്. അപ്പോൾ ഇഷാൻ അതൊക്കെ ആയിട്ട് കളിയാണ്. ഞങ്ങൾ ഏതായാലും ഓർഡറൊക്കെ കൊടുത്ത് ഇതാ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിത്താ, ഇങ്ങോട്ട് നോക്കിത്താ, ഇങ്ങോട്ട് അമ്മനെ നോക്കി. ഫൈനലി നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ചിക്കൻ ആൻഡ് വേഫൽസ്, പിന്നെ ഫ്രഞ്ച് ടോസ്റ്റ് സ്റ്റിക്ക്, അത് കിഡ്സ് മെനുവിലുള്ളതാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് സ്ട്രോബെറിയും ബനാനയൊക്കെ ഉണ്ട്. പിന്നെ സ്ട്രോബെറി ബനാന പാൻ കേക്ക്. അപ്പോൾ നമ്മൾ 3 പേരും ഷെയർ ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഏട്ടനും ഇഷാനും പാൻ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്ക് രാവിലെ തന്നെ മധുരം കഴിക്കുക എന്ന് പറയുന്നത് അത്ര പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ആ ഒരു ടൈമിൽ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അവൈലബിൾ ആയിട്ട് ഇവിടെ കിട്ടാറില്ല. അതുകൊണ്ടാണ് ഐ ഹോപ്പിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും ചിക്കൻ ആൻഡ് വേഫിളാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കൂടാതെ കോഫി കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. നല്ല അടിപൊളി വെതറായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ എനിക്ക് ആ ഒരു പനീര് ചെറിയ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ സ്വെറ്റ് ഷർട്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു വെതർ കണ്ടപ്പോൾ ഒന്ന് പാർക്കിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഏട്ടൻ. അപ്പോൾ വീട്ടിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വാർത്തിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ആ ഒരു പാൻ കേക്കൊക്കെ തിന്നതിൻ്റെ ആ ഒരു വല്ലാതെ ആ ഒരു മധുരം എനിക്കത്ര പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വന്ന് കഞ്ഞി വാർക്കുന്ന സമയത്ത് കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് വീണ്ടും നമ്മൾ പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഏട്ടനും മിഷുവും വണ്ടിയിൽ തന്നെ താഴെ ഇരിക്കുകയാണ്. ഞാൻ ചോറ് വാർക്കാനായിട്ട് ജസ്റ്റ് കയറിയതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളുടെ കുത്തരി ചോറിൻ്റെ കഞ്ഞിവെള്ളം വന്നിട്ട് അത് ഉപ്പിട്ട് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്ഷീണത്തിനൊക്കെ നല്ലൊരു റിലീഫായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഒന്ന് പുറത്ത് പോയി തിരിച്ച് വന്നത് ആ ഒരു വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ഞാനൊന്ന് കുറച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ 3 പേരുടെ ക്യാപ്പ് എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മളുടെ 3 പേരുടെ ക്യാപ്പും അതുപോലെ നമ്മളൊരു റിവറിൻ്റെ സൈഡിലുള്ള പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അഥവാ തണുപ്പ് വല്ലതും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇടാനായിട്ട് ഇഷാനും ഏട്ടനും ഹുഡിയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ കോൾസിൽ ഒരു ഡ്രസ്സ് റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പാക്കറ്റ് എടുത്ത് വീണ്ടും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാനങ്ങനെ താഴെ എത്തിയപ്പോഴാണ് വെള്ളം എടുത്തിട്ടില്ല എന്നുള്ള ഒരു ഓർമ്മ വന്നത്. അങ്ങനെ ഏട്ടൻ ഫ്രഷ് ആവണം എന്ന് പറഞ്ഞ് ഏട്ടൻ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് സൺഗ്ലാസും എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൺഗ്ലാസും വെള്ളമൊക്കെ എടുത്ത് അങ്ങനെ ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ അങ്ങനെ മുകളിൽ പോയിട്ടില്ല. അത് ഞാനും മിഷാനും വണ്ടിയിലിരിക്കുവാണ് കേട്ടോ. ശരിയാണ്, ഇടലുണ്ട്. അങ്ങനെ ഏട്ടനും ഫ്രഷൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്, ഒരു 10 മിനിറ്റ് നമുക്ക് വണ്ടിയിൽ പോകാനുള്ള ദൂരമുണ്ട്. നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണയായിരുന്നു ആദ്യമായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാനൊരു കുഞ്ഞു ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വീഡിയോ തന്നെ കാണാം. അപ്പോൾ ഞങ്ങളങ്ങനെ ആ ഒരു പാർക്കിലെത്തി. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ഈ പാർക്കിൽ വന്ന സമയത്ത് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റാം വാക്കിൻ്റെ കംപ്ലീറ്റ് നമുക്ക് നടന്നെത്താൻ വേണ്ടി
പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ എൻഡിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ഏതായാലും അതിൻ്റെ മറുഭാഗത്ത്, അതായത് എവിടം വരെയാണ് അതെന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് ഇതാ ഈ ഒരു റാമ്പിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ദൂരം ആ ഒരു റിവറിൻ്റെ മുകളിലേക്ക് കൂടി നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. പക്ഷേ ഒരു അടിപൊളി വൈബും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ടായി. ഈ റാമ്പിൻ്റെ എൻഡിൽ ഒരു സ്കൂളാണ് കേട്ടോ. സ്കൂളും അതിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തോ ഒരു സ്പോർട്സ് ഇവൻ്റ് എന്തോ നടക്കായിരുന്നു സ്കൂളിൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട്. പിന്നെ അതാ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കാനുള്ള ആ ഒരു സീറ്റിൽ ഇരുന്നിട്ടുണ്ടായി. അത്യാവശ്യം കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കുറച്ച് ടയേർഡ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇഷാനും നടന്ന് അത്യാവശ്യം നല്ല ക്ഷീണിച്ചിട്ടുണ്ടായി. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങളിതാ വീണ്ടും തിരിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിരിച്ച് നടന്ന് നമ്മൾ ഈ ഒരു റിവറിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം ഇതാ ഈ ബോട്ടൊക്കെ നോക്കി നിന്ന് പിന്നെ നമ്മൾ മെല്ലെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 12:30 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇഷാൻ അവിടെ കളിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് വാശിയിലൊക്കെ ആയതുകൊണ്ട് തിരിച്ച് പോകുന്നതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ തിരിച്ചെത്തി ഞങ്ങൾ ഫ്രഷ് ആയതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു. ചെറിയ ഇഷാൻ്റെ ഒരു നാപ്പ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ്ങിൽ കോൾസിൽ നമ്മൾ റിട്ടേൺ ചെയ്യാനെടുത്ത സാധനം നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യാനായിട്ട് നമ്മൾ കോൾസ് വരെ വന്നിട്ടാണുള്ളത്. അത്യാവശ്യം നല്ലൊരു മഴ ഉച്ചയ്ക്ക് ശേഷം കിട്ടി കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ സാധനങ്ങളൊക്കെ ഒന്ന് റിട്ടേൺ ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. Pikachu? Pikachu that? ഏതൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ഞാൻ വെറുതെ ഒന്ന് നടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു ഹോം ഡെക്കർ സെക്ഷൻ ഏരിയ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളും പ്ലാന്റ്സും പിന്നെ ഹോം ഡെക്കർ ഐറ്റംസൊക്കെ കാണാനും അതൊക്കെ വാങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വാങ്ങുന്നതും നമുക്ക് വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് വാങ്ങുന്നത് വളരെ കുറവാണ് ഇവിടെ നിന്ന്. എനിക്ക് ഭയങ്കര കാണാൻ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത്. അപ്പോൾ വെറുതെ അതിലേക്കൂടെയൊക്കെ ഞാൻ നടന്നു. ഏട്ടനും ഇഷുവും വേറൊരു സൈഡിലേക്കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ഞാനൊരു 2-3 ഡ്രസ്സ് എടുത്ത് ട്രൈ ചെയ്യാൻ വേണ്ടി ട്രയൽ റൂമിൽ വന്നിട്ടാണ് ഉള്ളത്. ഇത് ഈ ഒരു ഡ്രസ്സ് നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായി. പക്ഷേ ഈ ഒരു ആംസിൻ്റെ സൈഡിൽ ഭയങ്കര ലൂസായിരുന്നു. പിന്നെ ആ ഒരു യെല്ലോ ഡ്രസ്സ് വന്നിട്ട് ഭയങ്കര വലിയ സൈസായിരുന്നു. അത് സ്മോൾ സൈസിൽ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഈ ഒരു ഓറഞ്ച് ഇട്ടു, ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഈ ഒരു വൈറ്റും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായി. അങ്ങനെ അവസാനം കുറേ ചിന്തിച്ച് ആലോചിച്ച് ഞാൻ ഈ ഒരു വൈറ്റ് ഡ്രസ്സ് എടുക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെ വാങ്ങി ഞങ്ങൾ റിട്ടേൺ ചെയ്യേണ്ടതൊക്കെ റിട്ടേൺ ചെയ്ത് കോൾസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് ബഫലോ വൈൽഡ് വിങ്സ് എന്ന് പറയുന്ന ഷോപ്പിലേക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇൻ്റർസ്റ്റേറ്റ് വോളിബോൾ മാച്ച് എന്തോ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും തിരക്കും. ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു വൈബുണ്ടാകും. പൊതുവേ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതുമാതിരി ഒരു വൈബാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ലെമണേഡ് എത്തിയിട്ടുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം ഏറ്റവും നല്ല ലെമണേഡ് കഴിച്ചിട്ടുള്ളത് ഈ ഒരു ബഫലോ വൈൽഡ് വിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആപ്പറ്റൈസർ എത്തിയിട്ടുണ്ട്. ഈ ഒരു കോളിഫ്ലവർ വിങ്സ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ നമ്മളുടെ മെയിൻ കോഴ്സായിട്ട് ബഫലോ വിങ്സും എത്തിയിട്ടുണ്ട്. ബഫലോ അല്ല ആക്ച്വലി ഇത് ചിക്കനാണ്. ചിക്കൻ വിങ്സ് അത് പല സോസായിട്ട് നമുക്ക് 3 സോസ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും.
full space to step through. At KFC, grab 2 pieces of hot, juicy chicken, a side of mashed potatoes with gravy, and a biscuit for just $4.99. Wow, biscuit, that's a good deal. New taste of KFC. ഇവിടെ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഇതുപോലെ ഒരു കുഞ്ഞു കുഞ്ഞു വെറ്റ് വൈപ്സിൻ്റെ സാഷെ പാക്കറ്റ് ഉണ്ടാവും കേട്ടോ. അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു കയ്യിലുണ്ടാവുന്ന വല്ലാതൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാനായിട്ട്. അത് ബാക്കി ഷോപ്പിലൊന്നും അധികം കാണാൻ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ബില്ല് ചെയ്യാനുള്ള പരിപാടിയിലാണ്. പക്ഷേ എങ്ങനെയും നമ്മളുടെ ഫോണിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം കുറേ കളിച്ചതിന് ശേഷമാണ് നമുക്ക് ബില്ല് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായത്. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ വെതർ പൊതുവേ എങ്ങനെയാണ് കേട്ടോ, നല്ല ചൂടായിരുന്നു രാവിലെ വന്നിട്ട്. ഉച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ നല്ല മഴ കിട്ടി. നമ്മൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മഴയുണ്ടായിരുന്നില്ല. വീണ്ടും ഇപ്പം നല്ല മഴയാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം ഞങ്ങൾ എത്താറായിട്ടുണ്ട് വീടിനടുത്ത്. അപ്പോൾ ഇനിയിപ്പോൾ പോയി പ്രത്യേകിച്ച് വേറെ പരിപാടീസൊന്നുമില്ല. നമുക്ക് പോയി ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. ഫ്രഷ് ആയതാണ്, ഓൾറെഡി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടി ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ചെറിയൊരു പെയിൻറ്റിങ് പരിപാടിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മേശേൻ്റെ മുകളിൽ നിരത്തി വെച്ചിട്ടാണ് ഉള്ളത്. അതൊക്കെ ഒന്ന് വൃത്തിയിലൊന്ന് എടുത്ത് വെക്കണം. പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കിടന്നുറങ്ങണം, ബ്രഷൊക്കെ ചെയ്ത് കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ വന്നിട്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. ബൈ, ഹാവ് എ ഗുഡ് ഡേ.